ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. മലപ്പുറത്ത് പോലീസും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഇന്നു മുതൽ ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന തീരുമാനം എടുത്തിട്ടില്ല എന്നും ചർച്ച മാത്രമാണ് നടന്നതെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. 3 മാസം മുൻപ് വരെ ടെസ്റ്റിനായുള്ള ഡേറ്റ് ലഭിക്കുകയും തുടർന്ന് ഇന്ന് ഗ്രൗണ്ടിലെത്തുകയും ചെയ്തവരോടാണ് അശാസ്ത്രീയമായതും ഒട്ടും കൂടിയാലോചനകൾ നടത്താത്തതുമായ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ നോക്കിയത്. ഇതിനെതിരെയാണ് ഇവർ രംഗത്തെത്തിയത്. ഇന്നു മുതൽ ഒരു കേന്ദ്രത്തിൽ 50 പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് മന്ത്രിയുടെ വാക്കാലുള്ള നിർദ്ദേശമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് മന്ത്രി പുതിയ നിർദ്ദേശം നൽകിയത്. നേരത്തെ ദിവസവും 180 എണ്ണം വരെ ഉണ്ടായിരുന്ന ടെസ്റ്റുകളാണ് വെട്ടിക്കുറച്ചത്. ഇതറിയാതെ നേരത്തെ നൽകിയിരുന്ന ഡേറ്റ് അനുസരിച്ച് ടെസ്റ്റിനെത്തിയപ്പോഴാണ് പുതിയ പരിഷ്കാരം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. അവധിയെടുത്തും ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിയവർ വരെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാർക്ക് ലേണിംഗ് എടുത്തിട്ട് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ഡിസംബർ ലാസ്റ്റിന് എടുത്തുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. ഇനി ഞങ്ങൾക്ക് എന്ന് കിട്ടും? രാവിലെ 6 മണിക്ക് വന്നാണ്. പിന്നെ എനിക്ക് അടുത്ത മാസം ഗൾഫ് പോകല്ല. ഇനി എന്താ ചെയ്യുന്നത് എനിക്ക് പിടുത്തമില്ല. അപേക്ഷകരുടെ എണ്ണം 50 ചുരുക്കുമ്പോൾ ആരെ ഒഴിവാക്കും? അതിന് എന്ത് മാനദണ്ഡമാണ് സ്വീകരിക്കുക? ഒഴിവാക്കുന്നവർക്ക് പുതിയ തീയതി എങ്ങനെ നൽകും എന്നതിലൊന്നും ഉദ്യോഗസ്ഥർക്ക് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ഇതോടെ ജനങ്ങൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. വാക്കേറ്റം ഒടുവിൽ കയ്യാങ്കളിയിലും സംഘർഷത്തിലേക്കും വഴിമാറി. എന്നാൽ വിഷയം ചർച്ച ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ 24-നോട് പ്രതികരിച്ചു. ഇങ്ങനെയൊരു ഉത്തരവ് ഇറക്കിയില്ലെന്ന്. അത്തരത്തിലൊരു ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല, ഞാൻ കള്ളം പറയേണ്ട യോഗത്തിൽ ചർച്ച ചെയ്തത്. പക്ഷേ യോഗ വിവരങ്ങൾ രഹസ്യമൊന്നുമില്ല അതിനകത്ത്. ആ യോഗ വിവരങ്ങൾ പുറത്ത് വേറെ തരത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അതിൽ അന്വേഷണം നടക്കും. ഞാൻ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മെയ് 1 മുതൽ നടപ്പാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളോടും കടുത്ത വിയോജിപ്പാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കുള്ളത്. പുതിയ പരിഷ്കാരത്തിൽ അവ്യക്തതകൾ ഏറെയാണ്. ഇന്ന് വാക്കാൽ നൽകിയിട്ടുള്ള നിർദ്ദേശം ഇന്ന് മാത്രമാണോ നിലനിൽക്കുക? നാളെ മുതൽ ടെസ്റ്റിനെത്തുന്നവർ എന്തു ചെയ്യണം? ഇത്തരത്തിൽ 1000 ചോദ്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. വിഷയത്തിൽ ഉത്തരം നൽകേണ്ടത് ഗതാഗത വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നിലവിൽ ആഴ്ചതോറും 1.5 ലക്ഷത്തോളം പേരാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലായി ഡ്രൈവിംഗ് ടെസ്റ്റിനായി എത്തുന്നത്. ഇത് 1/3 കുറയുന്നതോടെ 10,000-ലധികം പേർ ആഴ്ചതോറും നിലവിലെ പട്ടികയിൽ നിന്ന് പുറത്താകും. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നത്. കേൾക്കാം ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ഏത് തരത്തിലാണ് പ്രതികരിക്കാനുള്ളതെന്ന്. പ്രതികരണങ്ങളിലേക്ക്. ഈ ഓൺലൈൻ ഡേറ്റ് എടുത്തിരിക്കുന്ന ഈ 124 പേരിൽ നിന്ന് 50 പേരെ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? അതിന് അത്തരത്തിലൊരു മറുപടി ഉദ്യോഗസ്ഥന്മാർക്കില്ല. ഈ 300 രൂപ വെച്ചിട്ട് ഫീസ് എക്സ്ട്രാ വാങ്ങി കൂടുതലായിട്ട് ആൾക്കാരെ ഇത് തോൽപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിൽ പോയി ചേർന്ന് ഇല്ലാത്ത കാശുണ്ടാക്കി ഒരു സ്കൂളിൽ പോയി ചേർന്ന് പഠിത്തം കഴിഞ്ഞപ്പോൾ അവസാനം വന്നപ്പോൾ പറയുന്നു നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, ഇനി വേറെ പഠിക്കണമെന്ന്. അവർ ഈ കാശ് എവിടെ നിന്ന് ഉണ്ടാക്കും? മെയ് 1 പറഞ്ഞിരുന്നത്. എന്നാലും പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ വന്നപ്പോഴല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത്. അപ്പം അതിനോടങ്ങോട്ട് ചേർന്ന് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. ഇനി എന്താ തീരുമാനം ആരും ചർച്ചയ്ക്കൊന്നും വന്നിട്ടില്ല. അത് ശരിയല്ല. അത് കുറച്ചുകൂടെ മുമ്പ് ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് നമ്പാക്കുകയാണെങ്കിൽ വിഷയമല്ല. പക്ഷെ വന്നവർക്ക് കൊടുക്കണമായിരുന്നു.